കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. ക്ഷമിക്കാത്ത ദാസന്റെ ഉപമ. ഒരു ഗ്രാമത്തിൽ 2 സഹോദരന്മാർ താമസിച്ചിരുന്നു. ഒരു ചെറിയ സ്വത്ത് വിഭജിക്കുന്നതിനിടയിൽ മൂത്ത സഹോദരൻ ഇളയവനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറി. വർഷങ്ങളോളം അവർ തമ്മിൽ സംസാരിച്ചില്ല. ഒരു ദിവസം അവരുടെ അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി. അമ്മ അവസാനമായി ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്: നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്ഷമിച്ച് ഒരുമിക്കണം. അമ്മയുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവർ പരസ്പരം ചേർത്ത് പിടിച്ച് പറഞ്ഞു, നമ്മൾ ഇത്രയും വർഷം നഷ്ടപ്പെടുത്തിയത് ക്ഷമിക്കാതിരുന്നത് കൊണ്ടാണ്. ആ നിമിഷം മുതൽ അവരുടെ കുടുംബത്തിൽ വീണ്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞു. ക്ഷമിക്കുമ്പോൾ മറ്റൊരാളെ മാത്രമല്ല, നമ്മുടെ സ്വന്തം ഹൃദയത്തെയും സ്വതന്ത്രമാക്കുകയാണ്. വചന സന്ദേശം. പത്രോസ് യേശുവിനോട് ചോദിച്ചു, എന്റെ സഹോദരൻ എനിക്കെതിരെ പാപം ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു മറുപടി പറഞ്ഞു, 7 അല്ല, 70 പ്രാവശ്യം. അതിനുശേഷം യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവ് തന്റെ ദാസന്മാരുടെ കണക്ക് നോക്കുവാൻ തുടങ്ങി. ഒരു ദാസൻ രാജാവിനോട് വമ്പിച്ച കടം ഉണ്ടായിരുന്നു. അത് തിരിച്ചടയ്ക്കുവാൻ കഴിയാത്തതിനാൽ ശിക്ഷിക്കപ്പെടുവാൻ പോകുകയായിരുന്നു. എന്നാൽ അവൻ കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ രാജാവിന് അനുകമ്പ തോന്നി. രാജാവ് ആ വലിയ കടം മുഴുവൻ മാപ്പാക്കി. എന്നാൽ അതേ ദാസൻ തന്റെ ചെറിയ കടക്കാരനെ കണ്ടപ്പോൾ അവനെ പിടിച്ച് ജയിലിലടച്ചു. ഇതറിഞ്ഞ രാജാവ് അവനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ അവൻ ശിക്ഷിക്കപ്പെട്ടു. യേശു ഉപസംഹരിക്കുന്നു, നിങ്ങളിൽ ഓരോരുത്തരും ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കാത്ത പക്ഷം എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവും നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും. ജീവിത സന്ദേശം. ദൈവം നമുക്ക് ദിവസവും എണ്ണമറ്റ തെറ്റുകൾ ക്ഷമിക്കുന്നു. അതേ ദൈവം നമ്മോടും മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുന്നു. ക്ഷമിക്കാത്ത ഹൃദയം സമാധാനം നഷ്ടപ്പെടുത്തും. ക്ഷമിക്കുന്ന ഹൃദയം ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കും. കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും യഥാർത്ഥ ഐക്യം വളരുന്നത് ക്ഷമയിലൂടെയാണ്. ക്ഷമിക്കുന്നത് ദൗർബല്യമല്ല, അത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് നമുക്ക് ഓർക്കാം. ക്ഷമിക്കുന്നവൻ വിജയിക്കുന്നു. പക സൂക്ഷിക്കുന്നവൻ സ്വന്തം ഹൃദയത്തെയാണ് തടവിലാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്ന സ്നേഹമുള്ള പിതാവാണ്. ഞങ്ങളെ വേദനിപ്പിച്ചവരെയും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പകയും വിദ്വേഷവും അകറ്റി സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും വളരുവാൻ അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുവാൻ പഠിപ്പിച്ച അങ്ങയെ എന്നും അനുഗമിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.